ഞാൻ അമ്പിളി ആർട്ടിസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ കോട്ടയം DC ബുക്ക് ഹൗസിൻ്റെ ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ എക്സിബിഷൻ നടത്തുന്നുണ്ട്. ആർട്ടിസ്റ്റാണ്. എൻ്റെ ഒരു 24ഓളം പെയിൻറ്റിങ്സ് ഇവിടെ ഉണ്ട്. പെയിൻറ്റിങ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഗ്ലാസ്സിലാണ് പെയിൻറ്റിങ്. നമ്മൾ സാധാരണ ക്യാൻവാസിൽ ചെയ്യുന്ന വർക്കുകളേ അല്ല. ഗ്ലാസ്സിൽ മാസങ്ങളോളം ക്ഷമയും ടൈമും എടുത്ത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്ലാസ് പെയിൻറ്റിങ് എന്ന് പറയുമ്പം ഒരു ഇമേജ് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലേക്ക് വരും. അതൊരു ഹോബി പോലെ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ളത്. പക്ഷേ ഇത് വളരെ വലിപ്പമുള്ള ഗ്ലാസ്സുകളിലെ വർക്കുകളാണ്. സമയമെടുത്ത് മാസങ്ങളോളം എടുത്ത് ചെയ്യുന്ന വർക്കുകളാണ്. പിന്നെ ഇത് പിക്സൽ ടൈപ്പ് ഓഫ് ആർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത് നിന്ന് ചിലപ്പം നമുക്കിതിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. വളരെ അകലെ നിന്നുള്ള ലോങ് വ്യൂ അല്ലെങ്കിൽ നമ്മൾ ക്യാമറയിൽ എടുക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള രൂപം നമുക്ക് ചിലപ്പം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ നല്ല സപ്പോർട്ട് ഇല്ലാതെ, ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാതെയും അല്ലെങ്കിൽ എല്ലാവരെയും എന്നെ സറൗണ്ട് ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും ഒരു സപ്പോർട്ടില്ലാതെ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ഹസ്ബൻഡുണ്ട്, നമ്മളെ വീടുണ്ട്, എല്ലാം മാനേജ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതും കൂടെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞൊരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. അപ്പോൾ പക്ഷേ എൻ്റെ ഒരു പാഷനാണ്. ഒരു പെയിൻറ്റിങ് ഒരു 4-5 മാസം എടുത്ത് ചെയ്ത് അത് പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് അത്രയും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ബിക്കോസ് ഞാനിപ്പോൾ ഇത് എൻ്റെ ഒരു 11ാമത്തെ സോളോ എക്സിബിഷനാണ്. ഗ്രൂപ്പ് എക്സിബിഷൻസ് കുറേ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിപ്പം 11ാമത്തെ ഞാൻ കോട്ടയം എന്ന് പറയുമ്പം നമ്മുടെ അക്ഷരനഗരി കോട്ടയം. ആ അക്ഷരനഗരിയിൽ എൻ്റെ ഒരു വർക്ക് ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്കതൊരു ഭയങ്കര പണ്ട് മുതലേ എനിക്ക് ആഗ്രഹമായിരുന്നു കോട്ടയം ചെയ്യണം എന്നുള്ളത്. നേരത്തെ വന്ന ഗാലറി എൻ്റെ വർക്കിൻ്റെ ഒരു പ്രത്യേകത ലൈറ്റും കൂടി വരുമ്പോൾ മാത്രമാണ് ഈ ഗ്ലാസ് പെയിൻറ്റിന് ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. സോ നല്ലൊരു ഗാലറി, പ്ലസ് എൻ്റെ നല്ല ലൈറ്റപ്പ് ചെയ്ത എല്ലാ വർക്കുകളും നന്നായിരിക്കുന്നു. പ്രത്യേകിച്ച് കോട്ടയത്തിലെ ഒരു വ്യൂവേഴ്സ് എങ്ങനെയാണ് എൻ്റെ പെയിൻറ്റിങ് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാനുള്ള ഒരു വലിയ ആകാംക്ഷ എനിക്കുണ്ട്. അടുത്ത വരുന്ന 18-ാം തീയതി വരെ ഞാൻ ഗാലറിയിലുണ്ട്. 18-ാം തീയതി 6:30 വരെ എക്സിബിഷനുണ്ട്. രാവിലെ 10 മണിക്ക് ഗാലറി ഓപ്പൺ ആവും. അപ്പോൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം കേൾക്കുമ്പോഴാണ് ഇനിയും എനിക്ക് ഇതിൽ നിരീക്ഷണങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം വരിക. ആൻഡ് താങ്ക് യു സോ മച്ച്.